തൃശൂരിലെത്തുന്ന പ്രധാനമന്ത്രിയോട് ഞങ്ങൾക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. വിറ്റഴിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങൾ എത്ര എന്ന വിവരം നൽകാൻ താങ്കൾ തയ്യാറാകുന്നു? ചോദ്യം കേട്ടല്ലോ. ഇടതുപക്ഷത്തെ ബുദ്ധിജീവികൾ തുടങ്ങി അണികൾ വരെ ആഘോഷിക്കുന്ന ഒരു ചോദ്യമാണ് മോദി പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റുതുലയ്ക്കുകയാണല്ലോ എന്ന്. എയർപോർട്ട്, ഫ്ലൈറ്റ് സർവീസ് ഒക്കെ ഇന്ത്യയിലെ തന്നെ സ്വകാര്യ കമ്പനികൾക്ക് നടത്തിപ്പിന് കൊടുക്കുന്നതിനെയാണ് ഈ കുറ്റം പറയുന്നത്. ഒന്നാമത്തെ കാര്യം, സർക്കാരിൻ്റെ ജോലി രാജ്യത്തിൻ്റെ ഭരണം നടത്തുക എന്നതാണ് എന്നും അല്ലാതെ കമ്പനികൾ നടത്തി ലാഭമുണ്ടാക്കുകയോ നഷ്ടം സഹിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടു പോകുന്നതോ അല്ല BJPയുടെ നയം. ഇടതുപക്ഷം ചെയ്യും പോലെ അല്ലെങ്കിൽ പറയും പോലെ നഷ്ടം സഹിച്ച് നേതാക്കൾക്ക് കൊടിവെച്ച കാറും അണികൾക്ക് മാത്രം ജോലി കൊടുക്കാൻ വേണ്ടി സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകലല്ല BJPയുടെ നയം. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദാഹരണം മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചോദ്യത്തിന് മറുപടി നൽകാം. തൃശ്ശൂരിലെത്തും മുമ്പ് നരേന്ദ്രമോദി ഉണ്ടായിരുന്നത് തമിഴ്നാട് തിരുച്ചിറപ്പള്ളി എയർപോർട്ടിൻ്റെ പുതിയ ഫേസിൻ്റെ നിർമ്മാണോദ്ഘാടന ചടങ്ങിലായിരുന്നു. 10,000 കോടി രൂപ ചെലവിട്ട് നിർമ്മിക്കുന്ന തിരുച്ചിറപ്പള്ളി എയർപോർട്ട് തമിഴ്നാട് ടൂറിസം വികസനത്തിന് നൽകാൻ പോകുന്നത് അനന്ത സാധ്യതകളാണ്. അയോധ്യ പോലെ തന്നെ നാടിൻ്റെ തനത് പാരമ്പര്യവും സാംസ്കാരിക തനിമയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ മോദി കാലത്ത് എല്ലാ നിർമ്മാണങ്ങളും ഈ രാജ്യത്ത് പുരോഗമിക്കുന്നതെന്നത് അഭിമാനകരമാണ്. നരേന്ദ്രമോദി അധികാരത്തിലെത്തും മുമ്പ് രാജ്യത്താകെ ഉണ്ടായിരുന്നത് കേവലം 94 എയർപോർട്ടുകൾ മാത്രമായിരുന്നു. മോദി അധികാരത്തിൽ കയറിയതിന് ശേഷം 2014 ഡിസംബർ 1 അന്നത്തെ കേന്ദ്ര വ്യോമയാന മന്ത്രിയായിരുന്ന അശോക് ഗജപതി രാജു ലോക്സഭയിൽ നൽകിയ മറുപടിയാണ് ഈ കാണുന്നത്. ഇന്ന് 10 വർഷത്തിന് ശേഷം രാജ്യത്ത് പ്രവർത്തനത്തിലുള്ളത് 181 എയർപോർട്ടുകളാണ്. അതിൽ തന്നെ ഭൂരിഭാഗമിടത്തും അടുത്ത ഘട്ടത്തിലേക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യുന്നു. ഇതുകൂടാതെ നിർമ്മാണത്തിലിരിക്കുന്നത് 40ഓളം എയർപോർട്ടുകൾ കൂടിയാണ്. അതായത് മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഉഡാൻ പദ്ധതി പ്രകാരം ആഭ്യന്തര ടൂറിസം വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി 100-ലധികം പുതിയ ഡൊമസ്റ്റിക് എയർപോർട്ടുകൾക്ക് അംഗീകാരം നൽകി പണം അനുവദിച്ചിരുന്നു. അതിൽ 87 എയർപോർട്ട് നിർമ്മാണം പൂർത്തിയായി. അവയുടെ ലിസ്റ്റാണ് നിങ്ങളീ കാണുന്നത്. ഓരോ സംസ്ഥാനത്തെ ലിസ്റ്റും വളരെ വിശദമായി തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. കൂടാതെ പൂർത്തിയായ വിമാനത്താവളങ്ങളുടെ ലിസ്റ്റ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം പുറത്തുവിട്ടതും നിങ്ങൾക്ക് രേഖയായി തന്നെ കാണാം. എന്താണ് ഉഡാൻ പദ്ധതി എന്ന് വിശദമായി അറിയേണ്ടവർക്ക് മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്ത് കാണാം. ആഭ്യന്തര വിമാനത്താവളങ്ങൾക്കൊപ്പം 10 പുതിയ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുടെ നിർമ്മാണവും മോദി കാലത്ത് പൂർത്തിയായി. ഇപ്പോൾ രാജ്യത്ത് 34 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ പ്രവർത്തിക്കുന്നു. ആകെ 191 വിമാനത്താവളങ്ങൾ. നിർമ്മാണം പുരോഗമിക്കുന്ന 40 എയർപോർട്ടുകളിൽ 20-ലധികവും അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ തന്നെയാണ്. നിർമ്മാണം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുടെ മാത്രം ലിസ്റ്റ് നിങ്ങൾക്ക് പരിശോധിക്കാനായി ഞാൻ കാണിക്കുന്നുണ്ട്. 5311 ഏക്കറിൽ 3800 മീറ്റർ റൺവേയുള്ള ആന്ധ്രാപ്രദേശിൽ വരാൻ പോകുന്ന പുതിയ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഭോഗപുരം. വിജയനഗരം സിറ്റിക്കടുത്താണ് ആന്ധ്രയിലെ ഏറ്റവും വലിയ ഈ എയർപോർട്ട് നിർമ്മാണം നടക്കുന്നത്. രണ്ടാമത്തേത് കർണാടകയിലെ വിജയപുരം സിറ്റിയിൽ വരാൻ പോകുന്ന ബീജാപ്പൂർ എയർപോർട്ട്. 727 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഈ എയർപോർട്ട് നഗരത്തിൽ നിന്ന് 15 കിലോമീറ്റർ അകലെ അത്യാധുനിക ഡിസൈനിലാണ് ഒരുങ്ങുന്നത്. മഹാരാഷ്ട്രയിലെ ചന്ദ്രപൂർ ഗ്രീൻഫീൽഡ് എയർപോർട്ട് 2 ഫേസായി നിർമ്മാണം നടക്കുന്നു. 720 ഏക്കറിൽ ആദ്യ ഫേസിൽ 2000 മീറ്റർ റൺവേയും അതിൽ ടെർബോ എയർക്രാഫ്റ്റ് വരെ ലാൻഡ് ചെയ്യാൻ കഴിയും വിധമാണ് ഒരുക്കുന്നത്. 3000 മീറ്റർ റൺവേയുള്ള ഫേസ് 2-വിൽ A302 എയർബസ് വരെ ലാൻഡ് ചെയ്യാൻ കഴിയും വിധമുള്ള നിർമ്മാണമാണ് പുരോഗമിക്കുന്നത്. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മാണം നടക്കുന്ന മറ്റൊരു വിമാനത്താവളം അയോധ്യയിലെ മര്യാദ പുരുഷോത്തം ശ്രീറാം ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. 200 സീറ്റുള്ള A321 വിമാനത്തിന് പോലും ലാൻഡിംഗ് ചെയ്യാൻ കഴിയും വിധം 2250 മീറ്റർ റൺവേയാണ് ഇവിടെയുള്ളത്. രണ്ടാം ഫേസിൽ 3500 മീറ്റർ നീളമുള്ള മറ്റൊരു റൺവേയും നിർമ്മാണത്തിലിരിക്കുന്നു. ഏതാണ്ട് 100 മീറ്ററോളം വീതിയുള്ള ഈ എയർപോർട്ട് വരും കാലത്ത് ലോർഡ് ശ്രീറാം ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പേരുമാറ്റി അറിയപ്പെടും. ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ ക്ഷേത്രമായ അയോധ്യ രാമക്ഷേത്രം കൂടി വന്നു കഴിയുമ്പോൾ ഈ എയർപോർട്ടിന് കൂടുതൽ പ്രാധാന്യം കൈവരും. മറ്റൊന്ന് വെസ്റ്റ് ബംഗാളിൽ 2300 ഏക്കറിൽ നിർമ്മാണത്തിലിരിക്കുന്ന കല്യാണി ഇൻ്റർനാഷണൽ എയർപോർട്ട്. 4500 ഏക്കറിൽ 20,000 കോടി രൂപ ചെലവിട്ട് ചെന്നൈയിൽ നിലവിലുള്ള എയർപോർട്ട് കൂടാതെ നിർമ്മിക്കുന്ന പരന്തൂർ എയർപോർട്ട്. ഗുജറാത്തിലെ ഡൊളേറ സിറ്റിയിൽ 1426 ഹെക്ടർ ഭൂമിയിൽ നിർമ്മിക്കുന്ന ഡൊളേറ ഇൻ്റർനാഷണൽ എയർപോർട്ട്. രാജ്കോട്ടിൽ 2700 കോടി രൂപ മുടക്കി 2534 ഏക്കറിൽ നിർമ്മാണത്തിലിരിക്കുന്ന രാജ്കോട്ട് ഇൻ്റർനാഷണൽ എയർപോർട്ട്. മഹാരാഷ്ട്രയിലെ പൂനെയിൽ ഛത്രപതി സംഭാജി എയർപോർട്ട് 2400 ഏക്കറിലാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട എയർപോർട്ട് മുംബൈയിലെ നവി മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ട്. 7200 ഏക്കറിൽ വർഷം 600 മില്യൺ യാത്രക്കാരെ താങ്ങാൻ കഴിയും വിധത്തിൽ മുംബൈയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എയർപോർട്ടിനോട് ചേർന്ന് തന്നെ നിർമ്മാണത്തിലിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട എയർപോർട്ടാണ് നവി മുംബൈ എയർപോർട്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഉത്തർപ്രദേശിൽ വരാൻ പോകുന്ന നോയിഡ ഇൻ്റർനാഷണൽ എയർപോർട്ട്.
ലോകത്തിലെ തന്നെ 4ാമത്തെ ഏറ്റവും വലിയ എയർപോർട്ട് എന്ന ഖ്യാതിയുമായി നിർമ്മാണം നടക്കുന്ന ഈ എയർപോർട്ടിൻ്റെ പേര് ജവഹർ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഈ എയർപോർട്ടിൽ 6 റൺവേകളുണ്ടാകും. വലിപ്പം കൊണ്ടല്ലെങ്കിലും പ്രാധാന്യമേറിയ മറ്റൊരു എയർപോർട്ടാണ് ജമ്മു കാശ്മീരിലെ കിഷ്ത്വാർ എയർ സ്ട്രിപ്പ്. കേവലം 20 കിലോമീറ്റർ സ്ഥലത്ത് മാത്രം നിർമ്മിക്കുന്ന കാശ്മീരിലെ കിഷ്ത്വാർ എയർ സ്ട്രിപ്പ് അതീവ പ്രാധാന്യമുള്ളതാണ്. ഒരേ സമയം സൈനിക ആവശ്യങ്ങൾക്കും പൊതുജനങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയും വിധം തയ്യാറാക്കുന്ന ഈ എയർപോർട്ട് കാശ്മീരിൻ്റെ ടൂറിസത്തിൻ്റെ ഭാവി തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന നിർമ്മാണ സംരംഭമാണ് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. പറഞ്ഞു വന്നത്, ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദേശീയപാത അതോറിറ്റി വിദേശ രാജ്യങ്ങളിൽ നിന്നും ബാങ്കുകളിൽ നിന്നും കടമെടുക്കും പോലെ കടമെടുത്ത് പലിശ സഹിതം തിരിച്ചടച്ചുകൊണ്ട് തന്നെയാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും ഇത്തരം വികസന പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായും പൊതുമേഖലയിൽ നിർമ്മിച്ച് പ്രവർത്തിച്ചാൽ അതിൻ്റെ ലാഭം നേടാൻ 20 മുതൽ 50 വർഷങ്ങൾ വരെ എടുക്കും. പൊതുമേഖലയിൽ ആയതുകൊണ്ട് ഉദ്യോഗസ്ഥർ പൂർണ്ണ പ്രവർത്തനക്ഷമത കാണിക്കില്ല, അലംഭാവം കാണിക്കുമെന്നും മലയാളിയെ ആരും കൂടുതൽ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതില്ലല്ലോ. ഗവൺമെൻറ് ബിസിനസ് നടത്തുകയല്ല വേണ്ടത്, ബിസിനസ്സുകൾ നടത്തിക്കുകയാണ് വേണ്ടത് എന്നതാണ് BJPയുടെ നയം. ആ നയപ്രകാരമാണ് വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ പല പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യ സംരംഭകർക്ക് നടത്തിപ്പവകാശത്തിന് കൊടുക്കുന്നത്. അതിനെ വിൽപ്പനയാക്കി ചിത്രീകരിക്കുന്നത് ആദ്യം കാണിച്ചതുപോലെയുള്ള പ്രബുദ്ധ വിഡ്ഢികൾ മാത്രമാണ്. ഒപ്പം നേട്ടമുണ്ടാക്കാൻ വേണ്ടി പ്രതിപക്ഷ ഓരിയിടലും അതിനെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളും. ഇന്ത്യയിലെ തന്നെ സ്വകാര്യ സംരംഭകർ ഇത്തരം വിമാനത്താവളങ്ങളും മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളും നടത്തിപ്പ് ഏറ്റെടുക്കുക വഴി പ്രൊഡക്ടിവിറ്റി കൂട്ടി സ്വകാര്യ സംരംഭകർക്ക് ലാഭമുണ്ടാക്കാൻ കഴിയും. ഇനി അവർക്ക് ലാഭകരമായി നടത്താൻ കഴിഞ്ഞില്ല എങ്കിലും പാട്ടത്തിന് കൊടുക്കുന്ന വിമാനത്താവളങ്ങളുടെ ലാഭവിഹിതം കൃത്യമായി ഗവൺമെൻറ്റിന് നൽകിയേ പറ്റൂ. ഉദാഹരണത്തിന് തിരുവനന്തപുരം വിമാനത്താവളം തന്നെ എടുക്കാം. അദാനിക്ക് അത് വിറ്റു എന്നാണല്ലോ എല്ലാവരും പറയുന്നത്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എയർപോർട്ട് ഉപയോഗിക്കുന്ന ഒരു യാത്രക്കാരിൽ നിന്ന് അവർക്ക് ലാഭമായി ലഭിച്ചിരുന്നത് 154 രൂപയാണ്. അതിൽ കൂടുതൽ നൽകാൻ കഴിയുന്ന സ്വകാര്യ സംരംഭകർക്കാണ് അത് നടത്തിപ്പിന് കൊടുത്തത്. 170 രൂപ വീതം ഓരോ യാത്രക്കാരിൽ നിന്നും ലാഭം നൽകാം എന്ന കൊട്ടേഷൻ്റെ ഭാഗമായാണ് അദാനി അത് ഏറ്റെടുത്ത് നടത്തുന്നത്. ഇനിയുള്ള കാലം തിരുവനന്തപുരം എയർപോർട്ടിൽ നടത്തേണ്ട വികസന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും പണം കണ്ടെത്തേണ്ടത് അദാനിയുടെ ചുമതലയാണ്. ലാഭത്തിലാക്കേണ്ടതും അയാളുടെ മാത്രം ചുമതലയാണ്. ലാഭമായാലും നഷ്ടമായാലും ഓരോ യാത്രക്കാരനും 170 രൂപ വീതം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് ലഭിക്കും. കേരളത്തിന് ഒരവസരം കൂടി കേന്ദ്രം നൽകിയിരുന്നു. സ്വകാര്യ സംരംഭകർ കൊടുക്കുന്നതിൽ എതിർപ്പുള്ള സംസ്ഥാനങ്ങൾക്ക് കൊട്ടേഷൻ പ്രക്രിയയിൽ പങ്കെടുക്കാം. ഏതൊരു സ്വകാര്യ സ്ഥാപനത്തിൻ്റെ കൊട്ടേഷനേക്കാളും 15 രൂപയെങ്കിലും കുറവായാലും അതാത് സംസ്ഥാനത്തിന് നടത്തിപ്പിന് നൽകും എന്നതായിരുന്നു കേന്ദ്രത്തിൻ്റെ വാഗ്ദാനം. അതായത് 155 രൂപ കൊട്ടേഷൻ നൽകിയാലും കേരളത്തിന് നടത്തിപ്പിന് ഏറ്റെടുക്കാൻ അവകാശമുണ്ടായിട്ടും കേരളം അദാനിയുടെ പണം വാങ്ങി കൊടുത്തത് 145 രൂപയാണ്. എന്നിട്ടും കേരളത്തിന് തരാതെ അദാനിക്ക് കൊടുത്തേ എന്ന് പറയുന്ന നാടകവും വിമാനത്താവളത്തിന് എത്രയാ വില എന്നൊക്കെ പറയുന്ന ജയ്കുമാരുടെ നാടകവും മലയാളിക്ക് മനസ്സിലാകാതെ പോകുന്നുണ്ടെങ്കിൽ അത് കഷ്ടം തന്നെ എന്നേ പറയാനുള്ളൂ.